നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ്സ്, മൂക്കന്നൂർ, അങ്കമാലി. അർജുൻ ദൗത്യം നദിയിൽ തെരച്ചിലിനായി ഭൂമിയന്ത്രം എത്തിച്ചു. 60 അടി ആഴത്തിൽ പരിശോധന നടത്താം. ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തെരച്ചിൽ തുടരും. ആഴത്തിൽ തെരച്ചിൽ നടത്താൻ ഭൂമിയന്ത്രം ഷിരൂരിൽ എത്തിച്ചു. നദിയിൽ 60 മീറ്ററോളം ദൂരത്തിലും ആഴത്തിലും പരിശോധന നടത്താൻ സാധിക്കുന്ന കൂറ്റൻ മണ്ണുമാന്തി യന്ത്രമാണിത്. കരയിൽ നിന്നും ഭൂമിയന്ത്രം ഉപയോഗിച്ച് പുഴയിൽ പരിശോധന നടത്താം. ബെലഗാവിയിൽ നിന്നാണ് ബൂം ക്രെയിൻ ഷിരൂരിലെത്തിച്ചത്. നേരത്തെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഭൂമിയന്ത്രം എത്തിക്കുന്നത് വൈകിയിരുന്നു. ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കരനാവിക സേനകളുടെ ഇന്നത്തെ തെരച്ചിൽ. നദിക്കരയിൽ നിന്ന് 40 മീറ്റർ അകലെയാണിത്. ലോറിയോ മറിഞ്ഞു വീണ വലിയ ടയറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത്. കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു. ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളെയും എപ്പോഴും പരാമർശിക്കാനാവില്ല. ആരോടും വിരോധവും വിധേയത്വവും ഇല്ലെന്ന് ധനമന്ത്രി. കേരള ബജറ്റിനെ ആന്ധ്ര ബീഹാർ ബജറ്റെന്ന് പരിഹസിക്കുന്നവർക്ക് മറുപടിയുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത്. കോൺഗ്രസ് ബജറ്റുകളിൽ സംസ്ഥാനങ്ങളെ പരിഗണിച്ചിട്ടേയില്ലെന്ന് അവർ ചോദിച്ചു. ഇന്നലത്തെ ബജറ്റുകളിൽ എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ബജറ്റുകൾ ചൂണ്ടിക്കാട്ടാമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. കോൺഗ്രസ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ്. വിമർശനം ഉന്നയിക്കുന്ന പാർട്ടികൾക്ക് മറുപടി നൽകാമെന്നും ധനമന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളെയും എപ്പോഴും പരാമർശിക്കാനാവില്ല. ആരോടും വിരോധവും വിധേയത്വവും ഇല്ലെന്നും അവർ പറഞ്ഞു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം കൃത്യവിലോപം നടത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടറെ മേയർ സസ്പെൻഡ് ചെയ്തു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ മേയർ സസ്പെൻഡ് ചെയ്തു. തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തത്. തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുത്തത്. അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് 2 കുട്ടികൾ ചികിത്സയിൽ തുടരുന്നു. 3.5 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ. അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞ 2 കുട്ടികൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഇതിൽ കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരൻ വെന്റിലേറ്ററിലാണ്. കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരന്റെ നില തൃപ്തികരമാണ്. ഈ കുട്ടിയെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രോഗസ്ഥിരീകരണം സംബന്ധിച്ച അന്തിമ പരിശോധന ഫലം ഇന്ന് വന്നേക്കും.
അവഗണന ഇന്ത്യ മുന്നണി പാർലമെന്റിൽ പ്രതിഷേധിക്കും. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ഇന്ത്യ മുന്നണി പാർലമെന്റിൽ പ്രതിഷേധിക്കും. NDA ഇതര സർക്കാരുകളുടെ കേന്ദ്രം അവഗണിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. നീതി ആയോഗ് യോഗത്തിൽ നിന്നും മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കും. പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ മുന്നണിയിലെ MP-മാർ രാവിലെ 10-ന് പ്രതിഷേധ ധർണ നടത്തും. ഭരണം നിലനിർത്താനായി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ വാരിക്കോരി നൽകിയെന്നും മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്നും ഇന്ത്യ മുന്നണി കുറ്റപ്പെടുത്തുന്നു. ലോറിയുടെ GPS അവസാനമായി ലഭിച്ചത് രാവിലെ 8:40-ന്. എഞ്ചിൻ ഓണായത് പുലർച്ചെ 3:47-ന്. പുറത്തുവന്ന GPS വിവരങ്ങൾ തെറ്റെന്ന് MLA. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയുടെ GPS ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ തെറ്റെന്ന് സതീഷ് കൃഷ്ണ സെയിൽ MLA. അപകടമുണ്ടായ അന്ന് രാവിലെ 8:40-നാണ് ലോറിയുടെ GPS അവസാനമായി ലഭിച്ചതെന്ന് MLA പ്രതികരിച്ചു. അപകടമുണ്ടായ 16-ന് പുലർച്ചെ 3:47-നാണ് അവസാനമായി ലോറിയുടെ എഞ്ചിൻ ഓണായതെന്ന് MLA വ്യക്തമാക്കി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5-ന് അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ബാംഗ്ലൂരിൽ നിന്നും പുകയില കടത്ത്. നിരോധിത പുകയില വസ്തുക്കളുമായി KSRTC കണ്ടക്ടർ പിടിയിൽ. നടപടിക്ക് ശുപാർശ. നിരോധിത പുകയില വസ്തുക്കളുമായി കണ്ടക്ടർ കോഴിക്കോട് KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ പിടിയിൽ. രാമനാട്ടുകര സ്വദേശി ബഷീറാണ് പിടിയിലായത്. ജോലിയുടെ മറവിൽ ബാംഗ്ലൂരിൽ നിന്നും പുകയില കടത്തുകയായിരുന്നു ഇയാൾ. വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന 80 പാക്കറ്റ് സിഗരറ്റ് ഇയാളിൽ നിന്നും പിടികൂടി. ഒരു പാക്കറ്റിന് 1500 രൂപയാണ് വില. സുരേഷ് ഗോപി റിയൽ ഹീറോ മാത്രമാകരുത്, സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സീറോ മലബാർ സഭ അൽമായ ഫോറം. തൃശൂർ MP ശ്രീ സുരേഷ് ഗോപി റിയൽ ഹീറോ മാത്രമാകരുതെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം. സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. വളരെ പ്രതീക്ഷകളോടെയാണ് സുരേഷ് ഗോപിയെ തൃശൂർക്കാർ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചു വിട്ടത്. സംസ്ഥാനത്തിന് സുരേഷ് ഗോപി അടക്കം 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേന്ദ്ര ബജറ്റിൽ ആവശ്യമായ പരിഗണന ലഭിച്ചില്ലെന്നത് കേരള ജനതയെ വൻ നിരാശയിലാഴ്ത്തുന്നു. സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിലെ വാക്കുകൾ പാഴ്വാക്കുകളായി. നിഷ്പക്ഷ രാഷ്ട്രീയമുള്ള തൃശൂർ ജില്ലയിലെ സ്ത്രീജനങ്ങളുടെ വോട്ടുകളാണ് കൂടുതൽ കിട്ടിയതെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണമെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പിള്ളി പറഞ്ഞു. സ്വർണ്ണവില ഇനിയും കുറയുമോ? ഇന്നത്തെ നിരക്കുകൾ അറിയാം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേന്ദ്ര ബജറ്റിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ബജറ്റ് അവതരണത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ പവന് 2000 രൂപയാണ് കുറഞ്ഞത്. പവന് 52,000-ൽ താഴെ എത്തിയ അതേ നിലവാരത്തിലാണ് ഇന്ന് സ്വർണ്ണവില. 51,960 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 250 രൂപ കുറഞ്ഞ് 6,495 രൂപ എന്ന നിലയിലും തുടരുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.